ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 31, പേജ് നമ്പർ 517. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്തഃ പ്രണശ്യതി. പദാനുപദം. സഹ അവൻ, ക്ഷിപ്രം അതിവേഗത്തിൽ, ധർമാത്മാ ധർമാത്മാവായി, ഭവതി ഭവിക്കുന്നു, ശശ്വച്ഛാന്തിം ശാശ്വതമായ ശാന്തിയെ, നിഗച്ഛതി പ്രാപിക്കുന്നു, കൗന്ദേയ ഹേ കൗന്ദേയ, മേ എൻ്റെ, ഭക്തഃ ഭക്തൻ, ന പ്രണശ്യതി നശിക്കുന്നില്ല, നാശത്തിന് വിധേയനാകുന്നില്ല, ഇതി എന്ന്, പ്രതിജാനീഹി നീ വിളംബരം ചെയ്യുക. വിവർത്തനം. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എൻ്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. ഭാവാർത്ഥം. ചിലരെങ്കിലും ഈ പ്രസ്താവന തെറ്റിദ്ധരിക്കാനിടയുണ്ട്. 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെട്ട ഒരാൾക്ക് ഭക്തനാകാൻ കഴിയില്ലെന്ന്. ഭക്തിയില്ലാത്തവരിൽ നല്ല ഗുണങ്ങളൊന്നും കാണുകയില്ല. അപ്പോൾ ഹീനകൃത്യങ്ങൾ കരുതിക്കൂട്ടിയോ അല്ലാതെയോ ചെയ്യുന്ന ഒരാൾ എങ്ങനെ ഒരു ശുദ്ധഭക്തനാവും? ഈ ചോദ്യത്തിൽ ന്യായമുണ്ട്. 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിധത്തിലുള്ള ദുഷ്കർമ്മികൾ ഭഗവത് സേവനത്തിന് ഒരിക്കലും മുതിരുകയില്ല. അവർക്ക് നല്ല ഗുണങ്ങളൊന്നുമില്ലെന്ന് ശ്രീമദ് ഭാഗവതവും പറയുന്നു. സാധാരണയായി 9 വിധം സേവന കർമ്മങ്ങളിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിലെ ഭൗതിക കൽമഷങ്ങൾ ക്രമേണ നീങ്ങിപ്പോകുന്നുണ്ട്. ഭക്തൻ സ്വഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിലെ പാപമാലിന്യങ്ങളെല്ലാം സ്വാഭാവികമായി തേഞ്ഞുമാഞ്ഞു പോവും. നിരന്തരമായ ഭഗവത് ധ്യാനം ആ ഭക്തനെ പരിശുദ്ധനാക്കുന്നു. ഉത്കൃഷ്ട നിലയിൽ നിന്ന് പതനം സംഭവിച്ചു പോയാൽ വീണ്ടും വിശുദ്ധി നേടുന്നതിന് ചില പ്രായശ്ചിത്ത ക്രിയകൾ വേദങ്ങളിൽ വിധിച്ചിട്ടുണ്ട്.
അത്തരം അനുഷ്ഠാനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമില്ല. നിരന്തരമായ ഭഗവത് സ്മരണ കൊണ്ട് ഭക്തന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടന്നു പോരുകയാണല്ലോ. അതുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം നിലയ്ക്കാതെ തുടർന്നു ചെയ്താൽ മാത്രം മതിയാവും. യാദൃച്ഛികങ്ങളായ വീഴ്ചകളിൽ നിന്ന് അത് ഭക്തനെ രക്ഷിക്കും. അങ്ങനെ ഭൗതികതാ മാലിന്യങ്ങൾ അയാളെ ഒരിക്കലും ബാധിക്കാതാവുകയും ചെയ്യും. ഹരേ കൃഷ്ണ.